പാഴുതറയുടെയും വെള്ളായുടെയും കഥ പറഞ്ഞ OV വിജയന്റെ കടൽ തീരത്ത് അതിൻ്റെ ചെറിയൊരു ആവിഷ്കരണം നമ്മൾ അവതരിപ്പിച്ചു കൊള്ളട്ടെ. കടൽ തീരത്ത് അതെന്താടാ നീ അങ്ങനെ ഒരു വർത്താനം? നമ്മുടെ കുട്ടിയെ കാണാറുണ്ടോ? ഞാനും വരണ്ടേ എന്നെ യാത്രയാക്കാൻ? അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേടാ എനിക്ക്. അതെ, ഞാനൊരു പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ എൻ്റെ കുട്ടിയെ കാണുമ്പോൾ ഇതൊന്ന് കൊടുക്കും. ഓൻ്റെ നീലിയമ്മയുടെ ചോറ് കഴിച്ചിട്ട് എത്ര നാളായി എൻ്റെ കുട്ടി? ഇത് വേണ്ട. ഓൻ്റെ അമ്മ ദേവയുടെ ചോറ് കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ. മാഷേ, ഞാൻ ഇറങ്ങുക. തീവണ്ടി വൈകിട്ടാ മാഷേ. ഞാൻ നേരത്തെ ഇറങ്ങാന്ന് കരുതി. അല്ല, കത്തിൽ നാളെ എത്താന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ മാഷേ? ആരും മാഷേ, എൻ്റെ കുട്ടി എങ്ങനെയാ ജയിലിലായേ? നല്ല കുട്ടിയായല്ലോ ഓനെ നമ്മൾ വളർത്തി. ഇത് എവിടെയാ തെറ്റിയേ? പണ്ട് കാറും കോളും കണ്ടാ മേടിച്ചിരുന്ന പിള്ളേരാ. പുഴ മുറിച്ച് അക്കരെ കിടന്നപ്പോ അവറ്റുകൾ അങ്ങ് വലുതായി. പിന്നെ പറയണേ ചെയ്യണേ ഒന്നും നമ്മ പഴമക്കാരറിയാണ്ടായി. നമുക്ക് ചോദിക്കാൻ പറ്റാത്തത് അവനെ കൊണ്ട് പറ്റും. എന്നാലും മാഷേ, ചോദ്യം ചോദിച്ചാൽ ജയിലിലാവും. ചോദ്യങ്ങൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടുള്ള നമ്മുടെ നാട്ടിൽ അവരുള്ളിടത്തോളം നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും എൻ്റെ കുട്ടിക്ക് ഗതിയൊന്നുമല്ലോ. വെള്ളായി, ഓൻ എന്റെ കൂടെ തിരിച്ചു വരുവോടാ? പണമുണ്ടായിരുന്നെങ്കിൽ ഞാനും വന്നേനെ ഓനെ കൊണ്ടുവരാൻ. അത് വേണ്ട മുത്തോമ. നാളെ എവിടെ ചെന്നാലേ അറിയൂ. നോക്കാം. മാഷേ, ഞാൻ ഇറങ്ങട്ടെ. വെള്ളായി, എന്നെ കാക്കാൻ നിനക്ക് ചുറ്റും മനുഷ്യരുണ്ട്. വെള്ളായി, ഓളെവിടെ? പുറത്ത് കണ്ടില്ല. ഓളുള്ളിൽ നിന്ന് പൊട്ടിക്കറിയാൻ മുത്തോവ. ഓളെങ്ങനെയാ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വെള്ളായി, നീ ഓനെയും കൂട്ടി വരുമ്പോ ഓളുടെ വിഷമമൊക്കെ അങ്ങ് മാറിക്കോളും. നീ പോയിട്ട് വാടാ. അവനെ ഓർത്ത് നമ്മൾ തല ഉയർത്തി നിൽക്കണം. അവൻ നമ്മുടെ അഭിമാനമാടാ. ഓനെന്താ പറ്റിയ ഉണ്ണിയേച്ചി? ഓന് അങ്ങനെയല്ലേ നമ്മൾ നോക്കിയേ? ഓനെ ആരെങ്കിലും ചതിച്ചതാകാനേ വഴിയുള്ളൂ. അല്ലാതെ ഓൻ എന്തെങ്കിലും ചെയ്യുന്ന അനക്ക് തോന്നുന്നുണ്ടോ? അന്റെ കുട്ടിയോ? ഓ, അന്റെ മാത്രം കുട്ടിയാ? ഓൻ ഈ പാഴുതറയുടെ കുട്ടിയല്ലേ? നമ്മളെല്ലാരും അല്ലേ ഓനെ വളർത്തിയേ? ഞാൻ ഓന്റെ കുട്ടിക്കാലത്ത് ഓരോ കാര്യങ്ങൾ ഓർത്ത് വരുമായിരുന്നു. പണ്ട് ഓൻ എന്നെ ഉണ്ണിത്തള്ളാന്നാ വിളിച്ചോണ്ടിരുന്നേ. നീ അത് ഓർക്കുന്നുണ്ടോടാ? മറക്കാൻ പറ്റുമോ ഉണ്ണിയേച്ചി? അന്ന് നീ ഓനെ വഴക്ക് പറഞ്ഞ് ഓൻ എന്നെ അവിടെ നിർത്തി. പിന്നെ ഉണ്ണിയമ്മാന്നാക്കി. പാവം കുട്ടി. പക്ഷേ എനിക്ക് ഉണ്ണിത്തള്ളയായിരുന്നു ഇഷ്ടം. അതെ ചേച്ചി, നിങ്ങൾക്കൊക്കെ ഓരോ എന്തിഷ്ടാണെന്ന് എനിക്കറിയാം. അത് തന്നെ എനിക്ക് ഇത്രയും സങ്കടവും. അതൊന്നും ഇല്ലടാ. നീ ഓനെ കൂട്ടി വരുമ്പോ അന്റെ ഈ സങ്കടമൊക്കെ മാറും. അന്റെ മാത്രല്ല, ഇവിടുള്ള എല്ലാവരുടെയും. ചേച്ചി, ഓൻ എന്നോട് വരുമെന്ന് എനിക്കറിയില്ല. ഓൻ വരുമടാ. ഈ പാഴുതറ മുഴുവൻ ഓന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ ദേവി ഓനെ കൊണ്ടുവരും. ദേവി, എന്റെ കുട്ടിയെ കാത്തോടെ. ഓള് വരുന്നില്ലേടാ എന്റെ കൂടെ? ഓൾക്കും ഓനെ കാണാൻ ആഗ്രഹം കാണില്ലേ? ആഗ്രഹം ഉണ്ണിയാച്ചി, കൊണ്ടുപോകാൻ പണം വേണ്ടേ? പണം ഇല്ലായിരുന്നെങ്കിൽ അനക്ക്
നിനക്ക് എന്നോട് ചോദിച്ചൂടായിരുന്നു? നമുക്ക് ശരിയാക്കാൻ വരുന്നല്ലോടാ. നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാവുന്ന എന്റെ ഉണ്ണിയേച്ചി, നിങ്ങളോട് ഞാൻ എന്ത് ചോദിക്കാനോ? അതിനുള്ള മാർഗമൊക്കെ എനിക്ക് എന്റെ ദേവി കാണിച്ചു തരുമടാ. എന്റെ കുട്ടിക്ക് വേണ്ടിയല്ലേ. ഞാൻ പോട്ടെ ഉണ്ണിയേച്ചി, തീവണ്ടിക്കുള്ള സമയമാവാറായി. നീ പോയി വാടാ. ഞാനിതെങ്ങോട്ടാ കയറി പോകുന്നേ? അത് എന്ത് ചെയ്യാൻ? എടോ, താനിത് എങ്ങോട്ട് വന്ന? ആ കാണുന്നത് ജയിലാന്നറിയാമല്ലോ. എന്തേ അങ്ങോട്ടേക്ക് പോണോ? എനിക്ക് എന്റെ അമ്മാനെ, ഞാൻ എന്റെ കുട്ടിയെ കാണാൻ വന്നു. എന്നതാണോ ഇത്? ഓ, താൻ അയാളുടെ അച്ഛനായിരുന്നു. താനെന്നാ ഒരു കാര്യം ചെയ്യും, താൻ അവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. താനകത്തേക്ക് എന്റെ കൂടെ വാ. മോനെ, അപ്പാ, അപ്പം വരുമെന്ന് എനിക്ക് അറിയാവുന്നപ്പാ. പിന്നെ വരാതെ എന്റെ കുട്ടിയെ കൊണ്ടുപോകാൻ ഞാൻ വരണ്ടേ? ഇതാടാ, നിന്നോട് വരിക്കടാ. എനിക്ക് വരാൻ പറ്റില്ലപ്പാ. ഇതാടാ നീ പറയുന്നത്. നിന്റെ അമ്മ ഒരു ചോരൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. നിന്റെ മുത്തുമാവനും മാഷും എല്ലാവരും നിന്നെ ഇവിടെ കാത്തിരിക്കുക. എനിക്ക് വരാൻ പറ്റില്ലപ്പാ. നാളെ രാവിലെ എന്നെ തൂക്കിക്കൊല്ലും. ഞാൻ ഇവിടുന്ന് പോവാ, തിരിച്ചു വരാൻ പറ്റാതെ. എന്തൊക്കെയാടാ നീ പറയുന്നത്? ഞാൻ എന്താ ചെയ്തേ? ഞാൻ പ്രതികരിച്ചപ്പാ. അവരാഗ്രഹിച്ച ഞാൻ ചെയ്തു. അവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പന് മാത്രമല്ല, ഇവിടെയുള്ള ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അത് തന്നെ അവർ ചൂഷണം ചെയ്തത്. നമ്മുടെ അറിവില്ലായ്മ, നിറം, മതം, രാഷ്ട്രീയം ഇതെല്ലാം അവർ മുതലെടുക്കും. നമ്മളെ പറ്റിക്കും. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും. അപ്പോഴും നമ്മൾ വെറും കോമാളികൾ. മോനെടാ, ഇത് എന്റെ കൂടെ വാടാ. ഇവിടെ സമയം കഴിക്കൂ, അകത്തേക്ക് വേണോ? മോനെ, അപ്പൻ കരയരുത്. അപ്പൻ ആരും കണ്ണടച്ച് വിശ്വസിക്കരുത്. മനുഷ്യനെ, ദൈവത്തെ. മോനെ, താൻ എന്റെ കൂടെ പുറത്തേക്ക് പോ. അങ്ങനെ വരാനാ അവനെ? എന്റെ കുട്ടി ദേഹത്തിരിക്കുന്നേ ഉള്ളൂ. താൻ വിചാരിക്കുന്ന പോലല്ല, അവനെനിക്ക് തന്റെ കൂടെ വരാൻ പറ്റത്തില്ല. എന്താ മോനെ, മോൻ എന്താ ചെയ്തേ? എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു കള്ളക്കേസാണ്. തന്റെ മകൻ അവനൊരു വിപ്ലവകാരിയായിരുന്നു, ഒരു പോരാളിയായിരുന്നു. പക്ഷേ അധികാര പദവിയിൽ നിൽക്കുന്ന പലരുടെയും അടിമകളായി തീരുവാൻ വേണ്ടി അവനെ അവസാനം അവർ ഈ ജയിലിലേക്ക് അടച്ചു. ഇതാ, അവനെ രാജ്യദ്രോഹിയാക്കി. നാളെ അവർ അവനെ തൂക്കിലേറ്റാൻ പോകും. മോനെ, യമനെല്ലാം അറിയാവുന്നല്ലേ? യമൻ എന്റെ കുട്ടിയെ രക്ഷിച്ചൂടെ?
സന്തോഷം.